കൊമേഴ്സ് ഫാമിലി. അപ്പോൾ നമ്മുടെ മൈക്രോ എക്കണോമിക്സിന്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. യെസ്, ആൻഡ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അതായത് 3 മാർക്സിനും 4 മാർക്സിനും ഒക്കെ ഒരുപാട് തവണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ നിങ്ങളിരുന്ന് കാണുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി യൂസിങ് ഇക്വേഷൻ. എന്താണ് ഇക്വിലിബ്രിയം പ്രൈസും അതേപോലെ ക്വാണ്ടിറ്റി നമ്മൾ എന്താണ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷനും കാര്യങ്ങളും ഒന്നുമല്ല, സിമ്പിൾ ഇക്വേഷൻ ആണ്. എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ അല്ലേ. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. യെസ്, അത്രയേ ഉള്ളൂ. ഇത് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോ പ്രോബ്ലംസ് വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഇത് നോക്കി, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. QD ഈസ് ഈക്വൽ ടു 80 - 2P, QS ഈസ് ഈക്വൽ ടു 60 + 2P. കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പയ്യെ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ നമ്മൾ അങ്ങോട്ട് എഴുതുക. എന്താണ്? QD ഈസ് ഈക്വൽ ടു QS ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ QD എത്രയാണ് തന്നിട്ടുണ്ട്? എന്താണ്? 80 - 2P ആണ് തന്നിട്ടുണ്ട്. QD ഈസ് ഈക്വൽ ടു QS എത്രയാണ്? 60 + 2P എന്നുള്ളതും തന്നിട്ടുണ്ട് അല്ലേ. കണ്ടില്ലേ? QD എന്ന് പറയുമ്പോൾ എത്രയാണ്? 80 - 2P. QS എത്രയാണ്? 60 + 2P. ഓക്കെ, ആൻഡ് നമ്മുടെ എന്താണ് ബേസിക് മാത്സ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ബേസിക് മാത്സ് എന്താണ്? നമ്മൾ നമ്പേഴ്സിനെയൊക്കെ ഒരു സൈഡിലോട്ടാക്കും, അതേപോലെ ആൽഫബറ്റ്സിനെയൊക്കെ മറ്റൊരു സൈഡിലോട്ടാക്കും. യെസ്, അപ്പോൾ എന്താണ് നമ്പേഴ്സിനെ നമുക്ക് ആദ്യം ആക്കാം. 80 - 60 നമ്മൾ ഇപ്പുറത്തോട്ടാക്കി. ഈക്വൽ ടു -2P ഇപ്പുറത്തോട്ട് വരുമ്പോൾ എത്രയാണ്? +2P ആവും. ഈക്വൽ ടു 2P + 2P എന്ന് വരും. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് ഇതങ്ങോട്ട് നമ്മളിനി എഴുതുക. ഇതങ്ങോട്ട് നമ്മളിനി എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ടൊക്കെ അങ്ങോട്ട് എഴുതുക. നോക്കിയേ, 80 - 60 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 20 കിട്ടും. ഈക്വൽ ടു 2P + 2P വരുമ്പോൾ എത്രയാണ്? 4P വരും. ഓക്കെ, ആൻഡ് എന്താണ് നമ്മൾ ആൽഫബറ്റിനെ ഇപ്പുറത്തോട്ടാക്കും. P ഈക്വൽ ടു therefore P ഈക്വൽ ടു 20 / 4. അപ്പോൾ എത്രയാണ്? 20 / 4 ചെയ്യുമ്പോൾ എത്രയാണ്? 5. ഈ 5 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ P സ്റ്റാർ അല്ലെങ്കിൽ എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് എന്തിനാണ്? 5 ആണ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമ്മുടെ Q സ്റ്റാർ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, Q സ്റ്റാർ കണ്ടുപിടിക്കാൻ എന്താണ്? നമ്മുടെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ QDയോ അല്ലെങ്കിൽ QSന്റെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ QDയുടെ ഇക്വേഷൻ തന്നെ എടുക്കാം. ഓക്കെ, QDയുടെ ഇക്വേഷൻ നമ്മൾ എടുക്കുമ്പോൾ QD ഈസ് ഈക്വൽ ടു 80 - 2P എന്നാണ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ്? ഈക്വൽ ടു 80 - 2P നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് നമ്മുടെ P എന്ന് പറയുന്നത്? നമ്മുടെ P എന്ന് പറയുന്നത് 5 ആണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഈ 5 ആണ് എന്താന്ന് പറയുന്നത്? നമ്മുടെ P എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? 2 × 5 ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്രയാണ്? 80 - എത്രയാണ്? 2 5s are എത്രയാണ്? 2 5s are 10 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 70. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് P സ്റ്റാറും കിട്ടി, Q സ്റ്റാറും കിട്ടി. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, മിസ്സേ എന്താണ് QSലെ 60 + 2P എടുത്തു കഴിഞ്ഞാലും സെയിം കിട്ടുമോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങൾ എടുത്ത് നോക്കുക. നോക്കിയേ, QS ഈസ് ഈക്വൽ ടു 60 + 2P. ഓക്കെ, അപ്പോൾ 60 + 2 × P എത്രയാണ്? 5 ആണ് നമുക്ക് ഓൾറെഡി കിട്ടി. ദാറ്റ് ഈസ് 60 + 10 ചെയ്തു 70. കണ്ടോ? ആൻസർ സെയിം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം 80 - 2P ചെയ്യാൻ മടിയാണെങ്കിൽ 60 + 2P വെച്ചിട്ട് ചെയ്തു. രണ്ടും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാൻ സംഭവം. ആകെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് എന്ത്? QD ഈസ് ഈക്വൽ ടു QS. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യനോടെ നമുക്ക് നോക്കാം. നോക്കിയേ, QD ഈസ് ഈക്വൽ ടു 85 - P, QS ഈസ് ഈക്വൽ ടു 70 + 2P. ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇക്വേഷൻ എഴുതുക. QD ഈസ് ഈക്വൽ ടു QS എന്ന് എഴുതി. ദാറ്റ് ഈസ് 85 - P is equal to 70 + 2P. ഓക്കെ, അപ്പോൾ എന്താണ്? 85 - 70 is equal to P + 2P നമ്മൾ ചെയ്തു. അപ്പോൾ 85 - 70 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 15 ആണ് കിട്ടുന്നത്. 15 is equal to P + 2P വരുമ്പോൾ എത്രയാ? 3P വരും. ദാറ്റ് ഈസ് therefore P is equal to 15 / 3. ദാറ്റ് ഈസ് എത്രയാണ്? 5 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് P സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ P സ്റ്റാർ നമുക്ക് കിട്ടി. നമുക്ക് എന്താ Q സ്റ്റാർ കണ്ടുപിടിക്കണം. Q സ്റ്റാർ കണ്ടുപിടിക്കാൻ എന്താ? ഏതെങ്കിലും ഇക്വേഷൻ എടുത്ത് എഴുതുക. ഓക്കെ, 85 - P
അതങ്ങോട്ട് എടുത്താൽ മതി. കാരണം ഇവിടെ 2p ഉണ്ട്. ഇവിടെ ആകുമ്പോൾ നമുക്ക് വെറുതെ അങ്ങോട്ട് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. നോക്കി, അപ്പോൾ എത്രയാണ്? = 85 - p എത്രയാണ്? 5 ആണ് നമുക്ക് കിട്ടി അല്ലേ? 5 ആണ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യമാണ്. ഓക്കെ, = 80. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ എന്താ അടുത്ത ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എന്താണ്? QS = 70 + 2p ഇട്ട് കൊടുക്കുക. നമ്മൾ QD ഇക്വേഷൻ ആണല്ലോ എടുത്തത്. 70 + 2 × p എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 5 ആണ് കിട്ടിയിട്ടുണ്ട്. 2 × 5 ചെയ്തു. അപ്പോൾ എത്രയാണ്? 70 + 10 ദാറ്റ് ഈസ് എത്രയാണ്? 80. സെയിം കിട്ടിയേ. സിമ്പിൾ സാധനമാണ്. ചിലപ്പോൾ 2 മാർക്സിന് മാത്രമായിട്ട് ഇക്വിലിബ്രിയം പ്രൈസ് മാത്രം കണ്ടുപിടിക്കാനായിട്ട് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് എ പാർട്ടിൽ ചോദിക്കും വാട്ട് ഈസ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചിട്ട് താഴെ അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയമോ എക്സസ് ഡിമാൻഡോ എക്സസ് സപ്ലൈയോ എന്താണെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ഒന്നെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടുപിടിക്കാൻ തരും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ തരും 4 മാർക്സിനാണെങ്കിൽ. ചിലപ്പോൾ 3 മാർക്സിനാണെങ്കിൽ രണ്ടും ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ടും തരും. ഓക്കെ, സിമ്പിൾ അല്ലേ? വെറുതെ നമ്മൾ ഇത് ഭയങ്കര പാടാണെന്നൊക്കെ ഓർത്തിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞാൽ. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മൈക്രോയിന്നോ മാക്രോയിന്നോ ഏതെങ്കിലും പോർഷൻസ് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മളത് നോക്കിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.